അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം. 6 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിലെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ അതിൻ്റെ നേരെ എടുത്ത് ഇതാണ് വേണ്ടത്. ഇവിടെ ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യം ഹൗലുണ്ട്, പാലമുണ്ട്, ദുഷിച്ചുകൊണ്ടിരിക്കും, സ്വർഗം, നരകം, മലക്കുകൾ. ഇതൊക്കെയാണ് ഓപ്ഷൻസുകളായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനം. പരലോകത്ത് സജ്ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല സ്വാലിഹായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച ഭവനം ഏതാ? 14ാമത്തെ പാഠത്തിൽ നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉത്തരം സിമ്പിളാണ്. ഒന്നാമത്തേൻ്റെ ഉത്തരത സ്വർഗം. പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനം ഏതാണ്? സ്വർഗം. ഇനി രണ്ടാമത്തെ ചിന്ത, ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതോ? ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചത് നമ്മൾ ആ പാഠത്തിൽ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് പറയുന്നുണ്ട്. അതിൻ്റെ ആൻസർ ഇതാ, രണ്ടാമത്തെ ഉത്തരം ഇതാണ്, നരകം. ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചത് നരകം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? മഹ്ശറിൽ ഓരോ നബിമാർക്കും ഓരോ എന്തുണ്ട്? 13ാമത്തെ പാഠത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ഉത്തരം ഹൗലുണ്ട്. മഹ്ശറിൽ ഓരോ നബിമാർക്കും ഓരോ ഹൗലുണ്ട്. ഇനി നാലാമത്തെ ചോദ്യം എന്താ? നരകത്തിൻ്റെ മുകളിലായി ഒരു എന്താണുള്ളത്? പിന്നെ ആ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. നാലാമത്തെ ഉത്തരം ഇതാണ്, നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട്. നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട്. അതിൻ്റെ പേരൊക്കെ നിങ്ങൾക്കറിയാലോ, സിറാത്ത് എന്നാണല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ? അന്ത്യനാൾ അടുക്കും തോറും മനുഷ്യർ അന്ത്യനാൾ അടുക്കും തോറും, കാലം അങ്ങനെ കഴിയും തോറും മനുഷ്യർ കൂടുതൽ എന്താവും? അതിൻ്റെ ഉത്തരം നമ്മൾ 10ാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്. ദുഷിച്ചുകൊണ്ടിരിക്കും എന്നാണ്. അഞ്ചാമത്തെ ഉത്തരം ദുഷിച്ചുകൊണ്ടിരിക്കും. അന്ത്യനാൾ അടുക്കും തോറും മനുഷ്യർ ദുഷിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം എന്താ? പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണല്ലോ. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണല്ലോ. നമുക്കറിയാം അതിൻ്റെ ഉത്തരം എന്താണ്? അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് 4ാമത്തെ പാഠത്തിലാണ്. ഇവിടെ ലാസ്റ്റ് ഓപ്ഷൻസ് അവിടെ ബാക്കിയുണ്ട്. അതാണ് 6ാമത്തെ ഉത്തരം. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണല്ലോ മലക്കുകൾ. അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. 5 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആയത്തുകളോ ഹദീസുകളൊക്കെ ആയിട്ട് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ ഡാഷ്. കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ. ഇനി അവിടെ എന്താ ചേർക്കാനുള്ളത്? നമ്മൾ 11ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. വജ്ഹഹു എന്നാണ് അവിടെ ചേർക്കാനുള്ളത്. വജ്ഹഹു. കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ വജ്ഹഹു. രണ്ടെന്താ? അന്തഖനല്ലാഹുല്ലദീ അന്തഖ ഡാഷ്. അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ഷൈഇൻ എന്നാണ് അവിടെ ചേർക്കാനുള്ളത്. കുല്ല ഷൈഇൻ. അത് നമ്മൾ ആ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ നോക്കൂ. അർളുഹ കഅർളിസ് സമാഇ വ ഡാഷ്. അർളുഹ കഅർളിസ് സമാഇ വ ഡാഷ്. അവിടെ നമ്മൾ ചേർക്കേണ്ടത് വൽ അർളി എന്നാണ് ചേർക്കേണ്ടത്. വൽ അർളി. പിന്നെ 14ാമത്തെ പാഠത്തിലാണത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി 4ാമത്തെ നോക്കൂ. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ. എന്താ അവിടെ ചേർക്കേണ്ടത്? അതും അതേ പാഠത്തിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്.
തദ്ദഊൻ എന്നാണ് ചേർക്കേണ്ടത്. തദ്ദഊൻ. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. അഞ്ചാമത്തെ എന്താ? ഫസ്ദ ബിമാ തുഅ്മറു വഅരിൽ അൻ ഡാഷ്. ഫസ്ദ ബിമാ തുഅ്മറു വഅരിൽ അനിൽ മുശ്രിക്കീൻ എന്നാണ്. ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ, അതാണ് ഇവിടെ പൂരിപ്പിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഫസ്ദ ബിമാ തുഅ്മറു വഅരിൽ അനിൽ മുശ്രിക്കീൻ. മൂന്നാമത്തെ ആക്ടിവിറ്റി 2 വീതം എഴുതാം. 5 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്ക് ഈ 2 ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ? ദഅവത്തിൻ്റെ ഇനങ്ങൾ. ദഅവത്ത് പ്രബോധനം നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ, അതിൻ്റെ 2 ഇനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? 1, അവിശ്വാസികളിലേക്ക് സത്യമതത്തിൻ്റെ സന്ദേശം എത്തിക്കുക. അതാണ് ഒന്നാമത്തത്. അത് ഇവിടെ എഴുതി കൊടുക്കാം. അവിശ്വാസികളിലേക്ക് സത്യമതത്തിൻ്റെ സന്ദേശം എത്തിക്കുക. രണ്ടാമത്തത് എന്താ? വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യുക. അതാണ് രണ്ടാമതായിട്ട് എഴുതാനുള്ളത്. അതിവിടെ എഴുതാം. വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നടത്തുകയും ചെയ്യുക, അല്ലെങ്കിൽ ഉത്ബോധനം നൽകുകയും ചെയ്യുക. അത് രണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മുർസലുകൾക്ക് വാജിബായ സിഫത്തുകൾ. മുർസലുകൾക്ക് വാജിബായ സിഫത്തുകളും മുസ്തഹീലായ സിഫത്തുകളൊക്കെ നമ്മൾ 6ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്വിദ്ഖ്, അതേപോലെ തന്നെ അമാനത്ത്, തബ്ലീഗ്, ഫത്വാനത്ത്. ഇങ്ങനെ 4 സിഫത്തുകളാണ്. സ്വിദ്ഖ്, അമാനത്ത്, തബ്ലീഗ്, ഫത്വാനത്ത്. ഒന്നെങ്കിൽ അറബി എഴുതാം, അല്ലെങ്കിൽ അർത്ഥം എഴുതാം. അർത്ഥം എഴുതാണെങ്കിൽ സത്യം പറയൽ, വിശ്വസ്തത, എത്തിച്ചു കൊടുക്കൽ, ബുദ്ധി കൂർമ്മത. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അറബി അർത്ഥം കൂടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? മൂന്നാമത്തത് മുർസലുകൾക്ക് മുസ്തഹീലായ സിഫത്തുകൾ. മുർസലുകൾക്ക് മുസ്തഹീലായ സിഫത്തുകൾ. നേരത്തെ നമ്മൾ വാജിബായ സിഫത്തുകളാണ് ചോദിച്ചത്, ഇപ്പോൾ മുസ്തഹീലായ സിഫത്താണ് ചോദിച്ചിട്ടുള്ളത്. അതേ പാഠത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ താഴത്താണുള്ളത് പുസ്തകത്തിൽ. ഏതൊക്കെയാണ്? കദിബ് ഉണ്ട് ഒന്നാമത്, കദിബ്. പിന്നെ ഖിയാനത്ത്. ഇനി 2 കൂടി ഉണ്ട്. കദിബ്, ഖിയാനത്ത്, കിത്മാന്, ബലാദത്ത്. ഇങ്ങനെ 4 ഉള്ളത്. അതിലേതും എഴുതാം. അർത്ഥം എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അർത്ഥമാണെങ്കിൽ കളവ് പറയൽ, വഞ്ചന ചെയ്യൽ, മറച്ചു വെക്കൽ, ബുദ്ധിമാന്ദ്യം. ഇതിലെന്തെങ്കിലുമൊക്കെ 2 എഴുതാം. ഇനി 4ാമത്തെ ചോദ്യം എന്താ? സ്വർഗവാസികൾക്ക് ഉണ്ടാകാത്തവ. സ്വർഗവാസികൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 14ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? രോഗം ഉണ്ടാവില്ല. സ്വർഗത്ത് കിടന്നാൽ പിന്നെ രോഗം ഉണ്ടാവില്ല. പിന്നെ വാർദ്ധക്യം പിടിപെടില്ല, വയസ്സാവില്ല, വാർദ്ധക്യം. പിന്നെയും പുസ്തകത്തിൽ 1-2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. മരണം, ഇതൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ? രോഗം, വാർദ്ധക്യം, മരണം. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതാം. ഇനി 5ാമത്തെ നോക്കൂ. വിശുദ്ധ ഖുർആനിൽ കാണുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ പ്രവാചകന്മാർ. വിശുദ്ധ ഖുർആനിൽ കാണുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ പ്രവാചകന്മാർ കുറേ ഉണ്ട്. ഇവിടെ 2 എഴുതാനുള്ളത്. ഞാൻ 1-2 പ്രവാചകന്മാരെ പേര് ഇവിടെ എഴുതുന്നു. 1, നൂഹ് നബി അലൈഹിസ്സലാം. നമുക്കറിയാലോ, 950 വർഷം പ്രബോധനം ചെയ്ത മഹാനായ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം, മറ്റൊരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നീട് മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം. അങ്ങനെ ആര് എഴുതാം? ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി 4ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 4 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാനാണ്. ഇവിടെ 1ാമത്തെ ചോദ്യം, ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ദഅവത്ത് പ്രബോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ 7ാമത്തെ പാഠത്തിൽ അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 19ാമത്തെ പേജ് തുറന്ന് നോക്കിയാൽ കാണാം. എന്താണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കൽ. ഇവിടെ അങ്ങനെ എഴുതാം. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കൽ. ഇനി 2ാമത്തെ ചോദ്യം എന്താ? ബർസഖ് എന്നാൽ എന്ത്? ബർസഖ് എന്നാൽ എന്ത്?
അത് നമ്മൾ 9ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 24ാമത്തെ പേജ് തുറന്ന് നോക്കി അതിൻ്റെ ആൻസർ കാണാം. എന്താണ്? മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. അത് ഇവിടെ ഇതാം. ഇനി 3ാമത്തെ ചോദ്യം എന്താ? ഖബറിൽ വെച്ച് മലക്കുകൾ മനുഷ്യരോട് ചോദിക്കും എന്തിനെക്കുറിച്ചെല്ലാം. ഖബറിൽ വെച്ച് മലക്കുകൾ മനുഷ്യരോട് എന്തിനെക്കുറിച്ചൊക്കെയാണ് ചോദിക്കുക? അത് നമ്മൾ 9ാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. റബ്ബിനെക്കുറിച്ചും പിന്നെ ദീനിനെക്കുറിച്ചും നബിയിലേക്ക് ചൂണ്ടി അതാരാണെന്നും മറ്റും ചോദിക്കും. റബ്ബിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും പിന്നെ നബിയിലേക്ക് ചൂണ്ടി അതാരാണെന്നും മറ്റും. അതാണ് ഇവിടെ എഴുതേണ്ടത്. 4ാമത്തെ ചോദ്യം എന്താ? ബഅസ് എന്നാൽ എന്ത്? ബഅസ് പുനർജന്മം. അപ്പോൾ പുനർജന്മം എന്ന ഉത്തരം എഴുതിയാൽ പോയി അത് അർത്ഥമായിട്ടുള്ളൂ. അതിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ഉത്തരം? അത് 11ാമത്തെ പാഠത്തിലുണ്ട്. 29ാമത്തെ പേജ് തുറന്നു നോക്കി നമുക്ക് കാണാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം, അങ്ങനെ എഴുതണം. ഇസ്രാഫീൽ അലൈഹിസ്സലാം 2ാമതും സൂറിൽ ഊതുമ്പോൾ ലോകാരംഭം മുതൽ അവസാനം വരെ ഉണ്ടായ മുഴുവൻ ജീവികളും ഹയാത്താകും. ഇതിനാണ് ബഅസ് എന്ന് പറയുന്നത്. എന്താണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം 2ാമതും സൂറിൽ ഊതുമ്പോൾ ലോകാരംഭം മുതൽ അവസാനം വരെ ഉണ്ടായ മുഴുവൻ ജീവികളും ഹയാത്താകും. ഇതിനാണ് ബഅസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതേണ്ടത്. 5ാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. 2 ചോദ്യങ്ങളാണുള്ളത്. 1ാമത്തെ ചോദ്യം ബിദ്അത്തുൻ ളലാല. ബിദ്അത്തുൻ ളലാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുക. ഇത് 2ാമത്തെ ചോദ്യം ബിദ്അത്തുൻ ഹസനാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. 2ഉം നമ്മൾ 8ാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്. 22ാമത്തെ പേജിലുണ്ട്. എന്താണ് ബിദ്അത്തുൻ ളലാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആന്, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ. അതാണ് ബിദ്അത്തുൻ ളലാല. തള്ളപ്പെടേണ്ട ബിദ്അത്താണുള്ളത്. ഖുർആന്, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ. അതാണ് ബിദ്അത്തുൻ ളലാല. ഇനി എന്താണ് ബിദ്അത്തുൻ ഹസന? 2ാമത്തെ ചോദ്യം അതാണ്. ബിദ്അത്തുൻ ഹസന എന്നാൽ എന്ത്? ബിദ്അത്തുൻ ഹസന അത് വ്യക്തമായി കൊടുക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ? ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത ഒരു നല്ല കാര്യം പുതുതായി ഉണ്ടാക്കൽ. അതാണ് ബിദ്അത്തുൻ ഹസന. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത ഒരു നല്ല കാര്യം പുതുതായി ഉണ്ടാക്കൽ. അതാണ് ബിദ്അത്തുൻ ഹസന. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. 6ാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം. ഒരു ചോദ്യമുള്ളൂ. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമത്തി ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമത്തി ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ. എന്താണ് അതിൻ്റെ ആശയം? അർത്ഥം ഇതാനാണ്. 30ാമത്തെ പേജ് തുറന്നു നോക്കിയത് കാണാം. 11ാമത്തെ പാഠത്തിലുണ്ട്. അന്ത്യനാളിൽ നീതിപൂർണമായ തുലാസ് നാം ഹാജരാക്കും. അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. ഒന്നും കൂടി പറയാം. അന്ത്യനാളിൽ നീതിപൂർണമായ തുലാസ് നാം ഹാജരാക്കും. അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അതാണ് അതിൻ്റെ ആശയം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.